നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ്. പക്ഷേ അതിനെ തന്നെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ? മനുഷ്യൻ്റെ മനസ്സ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു സംവിധാനമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് എൻ്റെ മനസ്സ് തന്നെ മനസ്സിലാകുന്നില്ല എന്ന്. അപ്പോൾ മറ്റൊരാളുടെ മനസ്സ് എങ്ങനെ മനസ്സിലാക്കും? ഒരു വ്യക്തി ചിരിക്കുമ്പോൾ അവർ സത്യത്തിൽ സന്തോഷത്തിലാണോ? അല്ലെങ്കിൽ അവരുടെ വേദന മറയ്ക്കാനാണോ ചിരിക്കുന്നത്? അതൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. മനസ്സ് ഒരു സമുദ്രം പോലെയാണ്. മേൽഭാഗത്ത് ശാന്തം പോലെ തോന്നും, പക്ഷേ ഉള്ളിൽ എത്രയോ തിരമാലകൾ നടക്കുന്നു. നമ്മൾ ഒരാളിനെ കണ്ട് വിധി പറയാറുണ്ട്, അവർ ഇങ്ങനെയാണ് എന്ന്. പക്ഷേ അവർ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന്, അവരുടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. ഒരിക്കൽ നമ്മൾ സന്തോഷത്തിലാണ്, മറ്റൊരു നിമിഷം തന്നെ നമ്മൾ വിഷമത്തിലാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതും മനസ്സിൻ്റെ ഒരു കളിയാണ്. മനസ്സ് ഓർമ്മകളാൽ നിർമ്മിതമാണ്. പഴയ അനുഭവങ്ങൾ, വേദനകൾ, സന്തോഷങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് നമ്മൾ ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരേ സാഹചര്യത്തിൽ രണ്ടാളുകൾ രണ്ട് വിധത്തിൽ പ്രതികരിക്കുന്നത്. മനസ്സ് ഒരിക്കലും സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കും, കാലത്തിനൊപ്പം, അനുഭവങ്ങളോടൊപ്പം. നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ വിലയിരുത്തുന്നതിന് പകരം അവരെ അനുഭവിക്കാൻ ശ്രമിക്കണം. ഒരാൾ കോപത്തോടെ സംസാരിച്ചാൽ അവർ മോശക്കാരനാണ് എന്ന് കരുതുന്നതിന് പകരം അവരുടെ ഉള്ളിലെ വേദന കാണാൻ ശ്രമിക്കണം. കാരണം മനുഷ്യ മനസ്സ് ഒരു പുസ്തകമല്ല, വായിച്ചാൽ മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി. അതൊരു കഥയാണ്, ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു കഥ. അതുകൊണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ അംഗീകരിക്കാൻ പഠിക്കൂ. കാരണം മനസ്സ് മനസ്സിലാക്കുന്നതല്ല പ്രധാനപ്പെട്ടത്, അത് അനുഭവിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തത് മനുഷ്യ മനസ്സ് തന്നെ ആയിരിക്കും. താങ്ക് യു.